ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഉപ്പും മുളകും എന്ന് പറഞ്ഞ സീരിയലിന്റെ ഉള്ളില് ഈയിടെ ഒരു ലൈംഗിക ആരോപണം പരാതി ഉയർന്നു വന്നിരുന്നു. ആ സീരിയലിൽ അഭിനയിക്കുന്ന 2 നടന്മാർക്കെതിരെയായിരുന്നു ഈ പരാതി വന്നത്. ഒരു പ്രമുഖ നടനെ, ആ സീരിയലിലെ മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന നടനെതിരെയും മറ്റൊരു നടനെതിരെയായിരുന്നു പരാതി. പക്ഷേ ഈ പരാതി കൊടുത്തത് ആര് ആണ് എന്ന് അന്ന് പുറത്തു വന്നിരുന്നില്ല. അപ്പൊ അതിൽ ചെറിയ വേഷം ചെയ്തൊരു പെൺകുട്ടിയാണ് പരാതി കൊടുത്തത് എന്നുള്ളതിൽ ആ പെൺകുട്ടിയുടെ പേരിൽ കുറെ ഗോസിപ്പുകൾ വരും, അങ്ങനത്തെ കുറെ ഇന്റർവ്യൂകൾ വരും. ഇന്റർവ്യൂ അല്ല, അവരുടെ കുറെ വിഷ്വൽസ് വരും ഒക്കെ ചെയ്തിരുന്നു. ആ സമയത്ത് ആ കുട്ടി തന്നെ ലൈവിൽ വന്നിട്ട് ഞാനല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു. പിന്നീട് ഇത് ആരാണ് ഈ പരാതി കൊടുത്തതെന്നുള്ളത് ആർക്കും അറിയാത്ത വിധത്തിൽ വെറും ഊഹാപോഹങ്ങൾ മാത്രമായിട്ട് നിന്നിരുന്നു. പിന്നീട് പലപ്പോഴും ഇതിൽ പലരുടെയും ചെറിയ ചെറിയ ഇന്റർവ്യൂ വരുന്ന സമയത്ത് അത് അതിൽ മെയിൻ റോൾ ചെയ്യുന്ന നടി തന്നെയാണ് ഈ പരാതി കൊടുത്തതെന്നുള്ള വിഷയം വന്നിരുന്നു. അപ്പോൾ ഈ കേസ് കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോൾ ഈ പ്രതിന്ന് ആരോപിക്കപ്പെട്ട 2 പേർക്കെതിരെയുള്ള തെളിവുകളൊക്കെ ദുർബലാണെന്ന് തോന്നിയ നിമിഷത്തിലാവണം ഇതിലെ ഒരു വ്യക്തി, ഈ 2 പേരിലൊരാളായ ശ്രീകുമാറും അദ്ദേഹത്തിന്റെ ഭാര്യയും അന്നൊരു ഇന്റർവ്യൂ കൊടുക്കണ്ടായിരുന്നു. അപ്പൊ അതിൽ അവർ പരോക്ഷമായിട്ട്, ഇതിനിടയിൽ ഇദ്ദേഹത്തിന്റെ ഭാര്യ സ്നേഹ, അവരൊരു സീരിയൽ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ സ്നേഹ ഇത് പരോക്ഷമായിട്ട് പല സൂചനകളും നടത്തിയിരുന്നു. ദൈവത്തിൽ എത്ര വിചാരിച്ചിട്ടും കാര്യമില്ല, പ്രവൃത്തി നന്നാവണം, ദൈവത്തിനെ വിളിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ കേസ് കൊടുത്തു എന്ന് പറയുന്നത് ഇതിലെ മെയിൻ നടിയുടെ ക്യാരക്ടർ പറഞ്ഞിട്ട് ഞാൻ പറയാം, നീലു. അപ്പൊ നീലു വളരെ ഭക്തിയായിട്ടുള്ള സ്ത്രീയാണ്. എല്ലാ അമ്പലങ്ങളിലും കയറിയിട്ട് പ്രാർത്ഥിക്കുന്ന ഫോട്ടോസും വിഷ്വൽസ് ഒക്കെ വരാറുണ്ട്. അപ്പൊ എത്ര പ്രാർത്ഥിച്ച് നടന്നിട്ടും കാര്യമില്ല, സത്യം പറഞ്ഞ സത്യം മാത്രമേ ജയിക്കൂ എന്നൊക്കെയുള്ള രീതിയിലൊക്കെ കമന്റുകൾ നടത്തുകയൊക്കെ സ്നേഹ ചെയ്തിരുന്നു. അന്ന് സ്നേഹയും ശ്രീകുമാറും കൂടെ ഒരു ഇന്റർവ്യൂവും കൊടുത്തിരുന്നു, കുറച്ച് ആത്മവിശ്വാസം വന്ന സമയത്ത്. ആ സമയത്ത് എന്നാൽ ഇതിനെതിരെ പ്രതികരിച്ചിട്ട് ബാലു ഒന്നും രംഗത്ത് വന്നിരുന്നില്ല. സത്യത്തിൽ ഈ കേസ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഈ 2 നടന്മാരിൽ ഏതോ ഒരാള് ഈ നടിയുടെ ഒരു ഫോട്ടോ, ആ നടി വസ്ത്രം മാറുന്ന സമയത്തോ ഒറ്റയുള്ള ഒരു ഫോട്ടോ, മോശമായിട്ടുള്ള നഗ്നമായിട്ടുള്ള ഒരു ഫോട്ടോ എടുത്തു എന്നും അത് വെച്ചിട്ട് മറ്റേ അടുത്ത നടൻ ബ്ലാക്ക്മെയിൽ ചെയ്തു, ഇങ്ങനെ ഫോട്ടോ ഉണ്ട് പുറത്ത് വിടുന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്തു എന്നും അങ്ങനെ ഈ നടി പരാതി കൊടുത്തു എന്നും ഉള്ള പോലെയാണ് അന്ന് ആ കേസ് ഞാൻ മനസ്സിലാക്കിയത്. എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. ഇപ്പോ 2 ദിവസം മുന്നേ സ്നേഹയുടെയും ശ്രീകുമാറിന്റെയും കൂടെ വളരെ ആത്മവിശ്വാസമുള്ളൊരു ഇന്റർവ്യൂ പുറത്തു വന്നിരുന്നു. അപ്പോൾ ജനങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ഇന്റർവ്യൂ വരും, അപ്പോൾ അതിന്റെ അടിയിൽ പോയിട്ട് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അതിന്റെ എതിർഭാഗത്ത് നിൽക്കുന്ന ആളുടെ ഇന്റർവ്യൂ വരും, അപ്പോൾ അതിന്റെ അടിയിൽ പോയിട്ട് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെയാണ് പൊതുവെ ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അപ്പോൾ സ്നേഹയുടെയും ശ്രീകുമാറിന്റെയും ഇന്റർവ്യൂ പുറത്തു വന്നു. അപ്പോൾ സ്നേഹ അതിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് വാദിക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം, ഈ പറഞ്ഞ വ്യക്തി മുൻപും ഇതുപോലെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. ശരിയാണ്. ഈ നീലു എന്ന് പറഞ്ഞ വ്യക്തിയെ കുറിച്ചാണ് ഇത് പറയുന്നത് വെച്ചാൽ, നീലു പറയുന്ന വ്യക്തി ഈ ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലിന്റെ ഡയറക്ടർക്കെതിരെ മുൻപ് ഇതുപോലൊരു കേസ് കൊടുത്തിരുന്നു. ആ ഡയറക്ടർ മോശമായിട്ട് പെരുമാറി, അത് എതിർത്തപ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചീത്ത വിളിക്കാനും വഴക്ക് പറയാനും പരിഹസിക്കാനും തുടങ്ങി. അതിനുശേഷം നീലു പോയിട്ട് ഒരു കേസ് കൊടുത്തിരുന്നു. അതുള്ള കാര്യമായിരുന്നു. ആ കേസിന്റെ അവസ്ഥ പിന്നെ എന്താണെന്ന് അറിയില്ല. എന്തായാലും അന്ന് അത് ഭയങ്കര വിവാദമായിരുന്നു. അങ്ങനെ കേസ് വന്നിരുന്നു. ഇപ്പോൾ ഈ സ്നേഹ ഇന്റർവ്യൂവിൽ വന്ന് പറയുന്നത് മുൻപും അവർ അതുപോലൊരു കള്ളക്കേസ് കൊടുത്തല്ലോ എന്നുള്ള രീതിയിൽ പറയുകയൊക്കെ ഉണ്ടായി. പിന്നീട് ഇതിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ സ്നേഹ പരോക്ഷമായിട്ട് ശ്രീകുമാറിന് ഫോട്ടോ എടുക്കാൻ അറിയില്ല എന്ന് വെച്ചാൽ ശ്രീകുമാർ ആയിരിക്കാം ഈ ഫോട്ടോ എടുത്തതെന്നുള്ള അർത്ഥത്തിലാണെന്ന് തോന്നുന്നു. ശ്രീകുമാറിന് ഫോട്ടോ എടുക്കാൻ അറിയില്ല. സ്നേഹയുടെ ഓൺലൈൻ സ്റ്റോറിന് വേണ്ടി ശ്രീകുമാർ ഫോട്ടോ എടുക്കുമ്പോൾ മിക്കവാറും തലയും കാലും ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാരിയുടെ ബോർഡർ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെയാണ് ഫോട്ടോ എടുക്കുന്നത് എന്നൊക്കെ പരോക്ഷമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവർ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് പറയുന്നത് ഈ വ്യക്തി മനഃപൂർവ്വമാണ് ഇങ്ങനെ കേസ് ഉണ്ടാക്കുന്നത്, അവരെല്ലാവർക്കും എതിരെ ഇങ്ങനത്തെ പരാതികൾ ഉന്നയിക്കാറുണ്ട്, അവർക്ക് എല്ലാവരോടും അസൂയാണ്. ഇപ്പൊ ഈ സ്നേഹയുടെ ശ്രീകുമാറിന്റെയും കാര്യത്തിൽ എന്തുകൊണ്ട് കേസ് കൊടുത്തു എന്നുള്ള ചോദ്യത്തിന് അവർ വളരെ നല്ല ഭംഗിയായിട്ട് കുടുംബജീവിതം നയിക്കുന്നവരാണ്, അപ്പൊ അതിന്റെ അസൂയ കൊണ്ട് തകർക്കുന്നതിന് വേണ്ടിയാണ് ഈ കേസ് കൊടുത്തത് എന്നുള്ള ഭാവത്തിലൊക്കെ സ്നേഹം സംസാരിക്കുന്നുണ്ട്. ഇവര് ടൂറ് പോകുന്നു, അല്ലെങ്കിൽ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, ജീവിതം വളരെ സന്തോഷപൂർവ്വം കൊണ്ടാടുന്നു. അപ്പോൾ ഈ നടി ഈ വ്യക്തിയുടെ പേര് പറയുന്നില്ല വെച്ചാലും ഒരാൾ നമ്മളോട് ചോദിക്കുന്നു ഇതൊക്കെ വലിയ ആഘോഷിക്കേണ്ട കാര്യമുണ്ടോയെന്ന് അവരുടെ അസൂയ കൊണ്ട് ചോദിക്കുന്നു. ആ അസൂയൊക്കെ മൂത്ത് ഈ കുടുംബം കലക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു ഫേക്ക് കേസ് കൊടുത്തു എന്നുള്ള രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് സ്നേഹ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്, ഭർത്താവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അതോടുകൂടെ എല്ലാവരും ഈ നടിക്കെതിരെ തിരിഞ്ഞു. സ്നേഹയുടെ അടിയിൽ വളരെ കമന്റുകൾ സ്നേഹയെ സപ്പോർട്ട് ചെയ്ത്, സ്നേഹയുടെ ആ ഭർത്താവിനോടുള്ള സ്നേഹത്തിനെ എത്ര മാത്രം വിശ്വസിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച്, ശ്രീകുമാർ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യില്ല, അദ്ദേഹം സത്യസന്ധനാണെന്നുള്ളതിനെ കുറിച്ച്, ഈ നടി മുൻപും ഇങ്ങനെ കേസുകൾ വെറുതെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ഒക്കെ ആരോപണം ഉന്നയിക്കണം. ഈ കേസ് വന്ന സമയത്തും ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഒരിക്കൽ ഈ നടി ഇങ്ങനെ ഒരു കേസ് കൊടുത്തതാണ്, അപ്പൊ അവരോട് മോശമായിട്ട്
ബിഹേവ് ചെയ്യാൻ അതേ ഒരു പ്രോഗ്രാമിന്റെ സൈറ്റിലുള്ള വേറൊരാൾ തയ്യാറാവുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. കാരണം ഈ നടി വീണ്ടും കേസ് കൊടുക്കാൻ സാധ്യതയുണ്ട്. അവരെങ്ങനത്തെ സ്ത്രീയാണെന്ന് അവർ തെളിയിച്ചതാണ്. അവരോട് മോശമായിട്ട് പെരുമാറിയ ആളുടെ പേരിൽ അവർ കേസ് കൊടുത്തതാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെ തയ്യാറാവില്ല എന്നത് മാത്രമായിരുന്നു ഈ കേസ് ഫേക്ക് ആണോ എന്ന് ചിന്തിക്കാനുള്ള കാരണം. ഇതിന്റെ വേറെ വശം പറയുകയാണെങ്കിൽ ഈ പൊതുവെ ആളുകളെ ഞാൻ എല്ലാ ആളുകളെയും കുറച്ച് സംശയത്തോടു കൂടിയാണ് നോക്കാറ്. കാരണം എല്ലാ മനുഷ്യന്മാരും നല്ലവരും എല്ലാ മനുഷ്യന്മാരും ചീത്തവരും അങ്ങനെ മനുഷ്യന്മാരില്ല. എല്ലാ മനുഷ്യന്മാരിലും എല്ലാ ആളുകളുടെ ഉള്ളിലും നല്ല ആളും ചീത്ത ആളുണ്ട്, അല്ലെങ്കിൽ നല്ല വശവും ചീത്ത വശമുണ്ട്. അല്ലാതെ സിനിമയിലൊക്കെ കാണുന്ന പോലെ നായക കഥാപാത്രം പൂർണ്ണമായിട്ടും ശരി ചെയ്യുന്ന ആള്, വില്ലൻ കഥാപാത്രം പൂർണ്ണമായും തെറ്റ് ചെയ്യുന്ന ക്രൂരനായ ആള്, അങ്ങനെയല്ല മനുഷ്യന്മാരുടെ ഇടയിലുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത്. മനുഷ്യന്മാർ എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും രണ്ട് ക്യാരക്ടർ ഉണ്ടായിരിക്കും. കുറച്ച് തെറ്റ് ചെയ്യും, കുറച്ച് ശരി ചെയ്യും. ചിലപ്പോൾ അവർ ചെയ്യുന്ന തെറ്റ് അവർക്ക് ശരിയായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പുറമേ വളരെ മാന്യനായിട്ട് കാണുന്ന വ്യക്തി ഉള്ളിന്റെ ഉള്ളിൽ ചിലപ്പോൾ അത്ര മാന്യനായിരിക്കണം എന്നുണ്ടായിരിക്കില്ല. അയാൾക്ക് കുറച്ച് ഫേക്ക് ഒക്കെ ഉണ്ടായിരിക്കാം. ശ്രീകുമാറിന്റെ കാര്യം എനിക്കറിയില്ല. ശ്രീകുമാറിനെ സപ്പോർട്ട് ചെയ്ത് ധാരാളം കമന്റ് കണ്ടു. അദ്ദേഹം നല്ല മനുഷ്യനാണ്, മുന്നേ ഒന്നും അദ്ദേഹത്തിനെ കുറിച്ചുള്ള അലിഗേഷനൊന്നും ഞാൻ കേട്ടിട്ടില്ല, നല്ല മനുഷ്യനാണ് എന്നുള്ള ഒരുപാട് കമന്റ് കണ്ടു. ഇവർ രണ്ടുപേരെയും സ്നേഹനെയും ശ്രീകുമാറിനെയും സപ്പോർട്ട് ചെയ്ത് ഒരുപാട് കമന്റുകളും ഒരുപാട് റിയാക്ഷൻ വീഡിയോസും വന്നു. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മളിപ്പോൾ ഒരാളുടെ ഭാഗത്ത് അവർ രണ്ടുപേരും വളരെ സ്ട്രോങ് ആയിട്ട് ആ സ്ത്രീ അത്രയും വിശ്വസിച്ച് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്തിട്ട് രംഗത്ത് വന്നു, അതുകൊണ്ട് അവർ പറഞ്ഞത് ശരിയാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ മുൻപൊക്കെ ഇത്തരം കേസുകൾ വരുമ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ സ്ത്രീ വിഷയത്തിൽ നമ്മൾ കളിയാക്കി പറയുന്ന അയാൾ അങ്ങനെയാണ് എന്ന് കളിയാക്കി പറയുന്ന ആളാരാണ്? എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാനൊക്കെ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് മുകേഷ് MLA കുറിച്ചിട്ടാണ്. അദ്ദേഹം സ്ത്രീ വിഷയത്തിൽ കുറച്ച് ഒരു പഞ്ചാര ലെവലാണ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. മുകേഷ് MLA കുറിച്ചിട്ട് മീറ്റു ആരോപണം വന്നിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ സമയത്തെ ഭാര്യയായിരുന്ന മേതിൽ ദേവിക വന്നിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയുണ്ടായി. മുകേഷ് ഏട്ടൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, എന്നോട് അങ്ങനെ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുണ്ടായി. ഏറ്റവും നമ്മൾ മുകേഷ് എന്ന് പറയുന്ന ആളെ കുറിച്ച് പറയുമ്പോഴേ നമ്മൾ അങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സ് കരുതി വെച്ചിരിക്കുന്ന ഒരു ആളെ കുറിച്ച് അങ്ങനെ ആരോപണം വന്നപ്പോൾ പോലും അദ്ദേഹത്തിന്റെ വൈഫ് വന്നിട്ട് അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്തു. ഇപ്പോ TG രവിയുടെ മകൻ ശ്രീത് രവിയെ കുറിച്ചിട്ട് ഒരു ആരോപണം വരികയുണ്ടായി. നമുക്ക് പകൽ വെളിച്ചം പോലെ അറിയാം ആ ആരോപണം സത്യമാണെന്ന്. കാരണം ആ ആരോപണം 2 തവണ വന്നിട്ടുണ്ട്. ഒരേ ആരോപണമാണ്. സ്കൂൾ പോകുന്ന കുട്ടികളെ നഗ്നതാ പ്രദർശനം നടത്തിയിരുന്നതായിരുന്നു ആരോപണം. പക്ഷെ ആ വ്യക്തിയെ മോശമാക്കിയിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ രംഗത്ത് വന്നിട്ടില്ല. ആ സ്റ്റേജിലൊക്കെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. ആ സ്റ്റേജിലൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് നിന്നു. ഭാര്യയ്ക്ക് അറിയാതിരിക്കും അയാളുടെ ക്യാരക്ടർ എന്താണെന്ന്. ചില ഭാര്യമാർക്ക് ഇപ്പൊ സ്നേഹമൊക്കെ അന്ധമായി വിശ്വസിക്കുന്നുണ്ടായിരിക്കാം ശ്രീകുമാറിനെ. അപ്പോൾ ചില ഭാര്യമാർക്ക് ഇല്ല, വിശ്വാസം ഉണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുമായിരിക്കാം. എന്തായാലും അവർ അന്നത് സപ്പോർട്ട് ചെയ്തു. അതുപോലെ തന്നെ അങ്ങനെ പല പ്രമുഖ നടന്മാരെ കുറിച്ചും ഇപ്പൊ ജയസൂര്യയെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള ഒരേപോലത്തെ 2 അലിഗേഷൻ വന്നു. 2 വ്യക്തികൾ ഒരേ കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തിനെ തള്ളി പറയാനോ മീഡിയയുടെ മുന്നിൽ മോശമാക്കാനോ ഒന്നുമില്ല. ആ സ്റ്റേജിൽ അദ്ദേഹത്തിന്റെ കൂടെ നിന്നു, മീഡിയയുടെ മുന്നിൽ വന്നു നിന്നു. അപ്പൊ അതാണ്, നമ്മളൊരാളുടെ ഭാര്യ സപ്പോർട്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാൾ നല്ല വ്യക്തിയാവണം എന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ഒക്കെ വന്നു. ഇതിന്റെ ഇടയിൽ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കമന്റുകൾ വന്നു. അതിൽ കുറേ ആരോപണങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട്. അവതാരക ചോദിക്കുന്നുണ്ട്, കഞ്ചാവാണെന്ന് ആരോപണം വന്നിരുന്നല്ലോ, അതുള്ളതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനത്തെ കുറേ അദ്ദേഹത്തിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അവര് സ്നേഹ വളരെ സ്ട്രോങ് ആയിട്ട് ഇതൊക്കെ തെളിയിക്കപ്പെട്ട് ഞാൻ മുന്നോട്ട് വന്നിട്ട് ഈ വ്യക്തിക്കെതിരെ ഈ വ്യക്തിയെ ഞാനൊന്ന് കാണുന്നുണ്ട്, ഈ വ്യക്തിയെ സമൂഹ മധ്യത്തിൽ മോശമാക്കുന്നുണ്ട്, അന്ന് മോശമായി ഇതിനെക്കുറിച്ച് സംസാരിച്ച റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെയൊക്കെ ഞാൻ ഇത് കഴിഞ്ഞിട്ട് പേഴ്സണലായിട്ടൊന്ന് കാണുന്നുണ്ട് എന്നൊക്കെ വളരെ ആത്മവിശ്വാസത്തോടു കൂടെ പറയണ്ടായി. കാരണം അവർക്ക് ആ കേസ് ജയിക്കും, പ്രത്യേകിച്ച് തെളിവുകളില്ല എന്നൊരു പക്ഷേ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് അവര് വളരെ സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ ഇത് ആരാണ് ഈ വ്യക്തി എന്ന് ഇവർ പറയുന്നില്ല. നേരത്തെ ഇതുപോലെ കേസ് കൊടുത്തിട്ടുള്ള എല്ലാവർക്കെതിരെയും ഇതുപോലെ കേസ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ പെട്ടെന്ന് തന്നെ ഇന്നലെ ഇന്നായിട്ട് ഈ വ്യക്തിയുടെ, നീലു എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ ഏഷ്യാനെറ്റിന്റെ ഓൺലൈൻ മീഡിയയിൽ വരണ്ടായി. അപ്പൊ അവര് തീരെ ആത്മവിശ്വാസം ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. ഉള്ളിലെന്തോ ഭയങ്കര വിഷമമുള്ള പോലെ സംസാരിക്കുന്നു. അവരുടെ ഭാഗം അവർക്ക് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത പോലെ സംസാരിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ആളുകൾ വളരെ നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും പറയുന്നുണ്ട്. അവരൊരുപാട് വിഷമം ഉള്ളിൽ ഒതുക്കിയ പോലെ സംസാരിക്കുന്നു പറയുന്നു. അല്ലെങ്കിൽ അവർ ചെയ്തൊക്കെ തെറ്റായി പോയി എന്നുള്ളത് കൊണ്ട് അവർ വളരെ ഡള്ളായിട്ടിരിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ 2 വശങ്ങളും പറയുന്നുണ്ട്. അവരുടെ ഭാഗത്താണ് തെറ്റെന്ന് അവർ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് അവർ വളരെ പതുങ്ങി സംസാരിക്കുന്നതെന്ന് പറയുന്നു. ഈ കേസ് നടക്കുന്നതായോണ്ടാണോ എന്നറിയില്ല, അവര് വളരെ പിടിച്ചു വെച്ചാണ് സംസാരിക്കുന്നത്. അവർ തുറന്നൊന്നും പറയുന്നില്ല, ആരെക്കുറിച്ചും പറയുന്നില്ല. പക്ഷെ അവർ കുറെ ഹിന്റ് തരുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, ആരിങ്ങനെ പറഞ്ഞു എന്നുള്ള കുറെ ഹിന്റുകൾ അവർ പറഞ്ഞു പോകുന്നുണ്ട്. ലാസ്റ്റ് അവര് ദൈവം ഇതെല്ലാം തെളിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂരപ്പനെ കൈകൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആ ഇന്റർവ്യൂ അവസാനിപ്പിക്കുന്നത്. അതിന്റെ വേർഷൻ കണ്ടപ്പോൾ അവർക്ക് ഇപ്പൊ നമ്മൾ പറയും അവര് വെറുതെ ഫേക്ക് ആയിട്ട് ഒരു
ഒരു കുടുംബം കലക്കാൻ വേണ്ടിയിട്ട് ഒരു കേസ് കൊടുത്തതാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ പൊതുവെ ഒരു പീഡനം നടന്നാൽ പോലും ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ ഒരു കേസ് കൊടുക്കാൻ മടിക്കും. കാരണം സമൂഹം എന്ന് പറഞ്ഞാൽ രണ്ട് വശവും പറയും. ഈ സ്ത്രീയെ മോശമാക്കി പറയും, വളരെ മോശമാക്കിയിട്ട് സംസാരിക്കും. അപ്പൊ കേസ് കൊടുക്കാൻ പോലും നമ്മൾ യഥാർത്ഥത്തിൽ അനുഭവിച്ച ആളുകളും കൂടെ മടിക്കുന്ന സ്ഥിതിക്ക് ഇത്ര നല്ല ഫെയിമിൽ നിൽക്കുന്ന അവര് ഒരു സീരിയലില്ലാതെ സ്നേഹ പറയുന്നത് അവര് സോഷ്യൽ മീഡിയ അല്ല, അവര് പൊതുവെ അവരുടെ ഒരു കരിയറൊക്കെ താഴെ വന്നതുകൊണ്ട് അവര് കുറച്ച് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് ആളുകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഈ കേസ് കൊടുത്തു എന്നുള്ള പോലെയൊക്കെ സ്നേഹ പറയുന്നുണ്ട്. പക്ഷെ അവരെന്ന് പറഞ്ഞാല് അവർക്കന്ന് സീരിയലിലേ ഉണ്ടായിരുന്നുള്ളൂ. അവരിപ്പോ ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട്. അവരങ്ങനെ മോശം സ്റ്റേജിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെ ഒരുപാട് സിനിമകളിൽ ഞാനിപ്പോൾ അമ്മ വേഷങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പീഡന പരാതി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ചെയ്യുമോ? എനിക്ക് തോന്നുന്നില്ല. പിന്നെ അവര് നേരത്തെ ഈ സംവിധായകനെതിരെ കൊടുത്ത പരാതിയും കള്ളായിരുന്നു എന്നുള്ള രീതിയിൽ സ്നേഹ സംസാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരാൾക്കെതിരെ നമ്മൾ പരാതി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മൾ വേറൊരാൾക്കെതിരെയും കൂടെ പരാതി കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ സ്ഥിരം പരാതി കൊടുക്കുന്ന ഒരാളാണ് എന്നുള്ള രീതിയിലേക്ക് ആളുകൾ സംസാരിക്കുകയാണ്. പക്ഷെ ഇവരുടെ ഒരു വേർഷൻ കണ്ടിട്ട് എനിക്ക് അവരെന്തൊക്കെയോ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പറ്റുന്നില്ല. സ്നേഹ പറയുന്ന ഒരു കോംപ്രമൈസ് ടോക്കിന് പലരെ കൊണ്ട് ശ്രമിച്ചിരുന്നു എന്നുള്ള പോലെയൊക്കെ പറയുന്നുണ്ട്. അവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് കൊണ്ട് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും സ്നേഹ ഭർത്താവിനെ വളരെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. ഇതിന്റെ സത്യം നമുക്കറിയില്ല. ഇപ്പൊ ആളുകൾ ഒരു ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞിട്ട് അവരെ മുഴുവൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുക, ഈ ഇന്റർവ്യൂ കണ്ടു കഴിയുമ്പോൾ മറ്റവരെ മുഴുവൻ കുറ്റപ്പെടുത്തി സംസാരിക്കുക, അങ്ങനെ ഒരു കാര്യമേ ഇതിൽ നമ്മൾ എടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്കൊരാൾ ഒരിക്കലും, നമ്മൾ പറയില്ലേ ചക്കയല്ല ചൂഴ്ന്നു നോക്കാന്ന് പറയും. ചക്കയാണെങ്കിൽ ചൂഴ്ന്നു നോക്കി അറിയാ ചോളുണ്ടോന്ന്, മനുഷ്യൻ എന്ത് ചെയ്യുന്നൊക്കെ പറയും നമ്മള്. അപ്പൊ അതുപോലെ നമുക്കൊരിക്കലും ഒരാളുടെ ഉള്ളു മനസ്സിലാക്കാനൊന്നും പറ്റില്ല. ഇപ്പൊ ആ പ്രമുഖ നടി പറയുന്നത് എന്ന് വെച്ചാല് ഇവരെ കുറിച്ചാണെന്ന് പറയുന്നില്ല, പക്ഷെ ലഹരി ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്ന സമയത്ത് അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അവർ അറിയുന്നില്ലല്ലോ എന്നൊരു വേർഷൻ അവർ പറയുന്നുണ്ട്. ഈ ബാലു എന്ന് പറയുന്ന വ്യക്തി നന്നായിട്ട് മദ്യപിക്കുന്ന ആളാണെന്നൊക്കെ ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. നമ്മൾ എത്ര നല്ല വ്യക്തിയാണെങ്കിലും മദ്യപിക്കുന്ന സമയത്ത് അവർ കാണിക്കുന്നത് അവര് ബോധത്തോടു കൂടി ആവണമെന്നില്ല. അവർക്ക് അറിയില്ല, അവർ ചിലപ്പോൾ മോശമായിട്ട് പെരുമാറിയിട്ട് ഉണ്ടായിരിക്കാം എന്ന് വരാം, എനിക്കറിയില്ല. ഇതൊക്കെ വേറെ എന്തൊക്കെയോ വിഷയങ്ങൾ കണക്ട് ചെയ്താണ് ഇവർ സംസാരിക്കുന്നത്. ആ സീരിയലിന്റെ സെറ്റിൽ ഒരു ടെക്നീഷ്യൻ എന്തോ കമ്മീഷൻ വാങ്ങി എന്നുള്ള രീതിയിൽ ഒരു വിഷയം ഉണ്ടായതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനുള്ളിൽ വേറെ എന്തോ ഒരു കാര്യത്തിന് വേറെ എന്തോ ഒരു കേസ് അങ്ങനെയാവാം. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഫേക്ക് കേസ് കൊടുക്കേണ്ട കാര്യം എന്താണ്? അവരെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആളുകളുടെ ശ്രദ്ധ കിട്ടാന് അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയാ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അവരെ കുറിച്ച് ഞാൻ പഴയ ഇന്റർവ്യൂകളൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ മുറച്ചെറുക്കനെ തന്നെയായിരുന്നു വിവാഹം കഴിച്ചത്. പക്ഷെ ആ വിവാഹം ഫെയിലായിരുന്നു. അവര് ഡിവോഴ്സായി. അവർ 2 പെൺമക്കളെ ഒറ്റയ്ക്ക് വളർത്തി. അവർ എത്രയോ വർഷം സിനിമാ മേഖലയിൽ 22-25 വർഷത്തോളം നിന്നു. പക്ഷെ അവരെ കുറിച്ച് നമ്മൾ മോശം അഭിപ്രായം ആരും പറയുന്നത് കേട്ടിട്ടില്ല. ഒരു വലിയ റോൾ, അവരൊരു മോശം സ്ത്രീ ആയിരുന്നു വെച്ചാൽ അവർക്ക് വലിയ റോളുകളിലൂടെ കടന്നു പോവായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പിന്നെ അവരെ കുറിച്ച് ഈ സെറ്റിലൊക്കെ മോശമായിട്ട് സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. അവർക്ക് അവീതമുണ്ടെന്ന് പറയുന്ന ആളുകളെ ലിവിങ് ടുഗദർ ആണെന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയോ വേറെ കാര്യങ്ങൾ ആ സെറ്റിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഒരാളുടെ ഇന്റർവ്യൂ കണ്ടിട്ട് അയാളെ സപ്പോർട്ട് ചെയ്യേണ്ടോ ഇവരുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യേണ്ടോ കാര്യമില്ല. ഇത് നിയമത്തിന്റെ വഴിയിലൂടെ പോയിട്ട് നിയമം തെളിയിക്കേണ്ട കേസാണ്. പക്ഷെ തെളിവുകൾ ഉണ്ടെങ്കിലേ നിയമത്തിനും സത്യം തെളിയിക്കാൻ പറ്റുള്ളൂ എന്നൊരു വേർഷനുണ്ട്. എന്നാലും എല്ലാ സത്യവും എല്ലാ നുണയും ഒരു കാലത്ത് തെളിയിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ അങ്ങനെ വലിയൊരു നിഗമനത്തിലെത്തേണ്ട കാര്യമൊന്നുമില്ല. ഇത് തെളിയിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആരുടെ ഭാഗത്താണ് സത്യം, അത് തെളിയിക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ് പറഞ്ഞത്. പിന്നെ നല്ലൊരു വ്യക്തിയാണ്, സമൂഹത്തിൽ നല്ല പേരുള്ള. ഇപ്പൊ ശ്രീകുമാറിനെ കുറിച്ച് ഇതുവരെ ഒരു മോശം അഭിപ്രായം വന്നിട്ടില്ല, അല്ലെങ്കിൽ ബിജു സോബരത്തിനെ കുറിച്ച് ഇതുവരെ ഒരു മോശം അഭിപ്രായം വന്നിട്ടില്ല. അതുകൊണ്ട് അവർ നല്ലൊരു വ്യക്തിയാണ് നമ്മൾ അന്ധമായി വിശ്വസിക്കേണ്ട കാര്യം എന്താണ്? ഞാൻ നിങ്ങൾക്ക് കേരളത്തിൽ നടന്നൊരു പഴയ കഥ പറഞ്ഞുതരാം. കഥയല്ല, ഒരു സംഭവം. ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ വീട്ടില് ഒരു ബന്ധുവിന്റെ കല്യാണമായിരുന്നു. അപ്പൊ ഒരു ഓഡിറ്റോറിയത്തിലാണ് ആ കല്യാണം നടക്കുന്നത്. ഇവരെ വീടിന്റെ തൊട്ടാണ് ഈ ഓഡിറ്റോറിയം. 15-16 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടി. അപ്പൊ നമ്മളെ വീട്ടിലോ കല്യാണങ്ങൾ നടക്കുമ്പോൾ നമ്മൾ തൊട്ടടുത്താണ് ഓഡിറ്റോറിയം വെച്ചാൽ വീട്ടിലുള്ള എല്ലാവരും കൂടെ വൈകുന്നേരം ഓഡിറ്റോറിയത്തിൽ പോയിട്ട് ഓഡിറ്റോറിയത്തിലെ ഡെക്കറേഷനൊക്കെ കാണുക, കുട്ടികൾ അവിടെയൊക്കെ കളിച്ചെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവെ ചെയ്യാറുണ്ട്. ഈ പെൺകുട്ടിയും ഈ ഓഡിറ്റോറിയത്തിലായിരുന്നു ഉണ്ടായിരുന്നത് വൈകുന്നേരം. അവിടെ കുറെ ബന്ധുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. രാത്രി കുറെ സമയം വൈകിട്ടുണ്ട്, 9 മണിയോ 10 മണിയോ ആയിട്ടുണ്ട്. ഈ പെൺകുട്ടി അവിടുന്ന് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വന്നു. വീട് തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷെ ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് വരുന്ന കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഒരു കസിൻ ഈ കുട്ടീന്റെ പിന്നാലെ ഓടി വന്നു ഈ കുട്ടീനെ അന്വേഷിച്ചു. ഈ പെൺകുട്ടി ഒറ്റയ്ക്ക് നടന്നു പോകുന്ന സമയത്ത് ഒരു ആള് ഈ പെൺകുട്ടിയുടെ ഓപ്പോസിറ്റ് വന്നു, ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ പ്രശസ്തമായ ഒരു കോളേജിലെ വളരെ പ്രശസ്തനായ ഒരു യുവ കോളേജ് അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിനെ കുറിച്ച് അന്ന് വരെ ആർക്കും മോശം അഭിപ്രായമില്ല. യഥാർത്ഥത്തിൽ അന്ന് വരെ അദ്ദേഹം ആരോടും മോശമായിട്ട് പെരുമാറിയിട്ടില്ല, സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറിയിട്ടില്ല. ആർക്കും അദ്ദേഹത്തിനെ കുറിച്ച് ഒരു മോശവും പറയാനില്ല. പക്ഷെ ആ
രാത്രി ആ അധ്യാപകൻ ഈ പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കണ്ടപ്പോൾ ആ പെൺകുട്ടിയോട് മോശമായിട്ട് ബിഹേവ് ചെയ്തു. എന്ന് വെച്ചാൽ ഈ പെൺകുട്ടി എന്തോ മോശമായിട്ട് നടക്കുന്ന വ്യക്തിയാണെന്നുള്ള സ്ഥിതിക്ക് എന്തോ നിന്റെ റേറ്റ് എന്താന്നോ, നീ എവിടെ പോവാ, അങ്ങനത്തെ എന്തോ ഒരു മോശമായ ഡയലോഗോ പെരുമാറ്റോ നടത്തി. ഈ പിന്നാലെ വന്ന കസിൻ, ഇത് നടന്ന സംഭവമാണ്, കേരളത്തിൽ നടന്ന പ്രമാദമായ ഒരു കേസാണ്. ഈ കസിൻ ബ്രദർ ഇത് കണ്ടോണ്ട് വന്നു. ആ കസിൻ അദ്ദേഹത്തിനോട് ചൂടായി, നിങ്ങൾ എന്താണ് ചെയ്തതിന്റെ പെങ്ങളാണിത് എന്ന് പറഞ്ഞിട്ട് ചൂടായി. അദ്ദേഹത്തിന് ഭയങ്കര നാണക്കേടായി. അപ്പോഴേക്കും അവിടെ ആള് കൂടി, അവിടെ ഭയങ്കര പ്രശ്നമായി. ഇദ്ദേഹത്തിന് അറിയുന്ന ആളുകൾ അതിന്റെ ഇടയിലുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ അധ്യാപകനെ മോശമായിട്ട് സംസാരിക്കുകയും ഈ കസിനെയും ഈ പെൺകുട്ടീനെയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ പെൺകുട്ടി പറഞ്ഞു ഇദ്ദേഹം എന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞു. അവിടെ വലിയ വിഷയമായി. അവിടുന്ന് ആ അധ്യാപകൻ പെട്ടെന്ന് അവിടുന്ന് മാറി. അവിടെ അടുത്തുള്ള റെയിൽവേ ട്രാക്കിൽ പോയിട്ട് ട്രെയിനിന് തലവെച്ചു ഈ അധ്യാപകൻ. അദ്ദേഹം മരിച്ചു. വളരെ പ്രമാദമായ ഒരു കേസായിരുന്നു. കേരളം മുഴുവൻ ചർച്ച ചെയ്ത കേസായിരുന്നു. അന്ന് എല്ലാവരും ഈ അധ്യാപകനെ മോശമായിട്ട്, അന്ന് അവിടെ കൂടിയ എല്ലാ ആളുകളും ഈ അധ്യാപകൻ മോശമായിട്ട് സംസാരിച്ചു വെച്ചാലും ഈ അധ്യാപകൻ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും തിരിഞ്ഞു. അധ്യാപകൻ ആത്മഹത്യ ചെയ്തു, അദ്ദേഹം അത്ര മോശമായിട്ടുള്ള കാര്യമെല്ലാം ചെയ്തിട്ടുണ്ടോ, ശരിക്കും ആ പെൺകുട്ടീനോട് അധ്യാപകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ഉള്ള വിഷയം വന്നു. ഈ കസിൻ ഇത് ചോദ്യം ചെയ്തതിനെതിരെ എല്ലാവരും ഈ കസിനെതിരെ മോശമായിട്ട് സംസാരിച്ചു. നിങ്ങൾ എന്തിനാണ് ഇത് ചോദ്യം ചെയ്യാൻ പോയത്, അയാൾ അങ്ങനെ ചെയ്തു നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ, നിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഉറപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞു. ഇദ്ദേഹം ഇതിന്റെ കൂടെ ഉറച്ചു നിന്നു. ആ പെൺകുട്ടിയുടെ മൊഴിയിൽ ഉറച്ചു നിന്നു. ഇദ്ദേഹത്തിനെതിരെ കേസ്, ഈ കസിൻ ബ്രദറിനെതിരെ കേസ് വന്നു. ഒരു അധ്യാപകന്റെ ആത്മഹത്യക്ക് പ്രേരണയായി എന്നുള്ളതിൽ കേസ് വന്നു. പിന്നീട് കാലങ്ങൾ കഴിഞ്ഞുപോയി. ഈ പെൺകുട്ടി പ്രായപൂർത്തിയായി. ഈ പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി അവരുടെ മൊഴി മാറ്റി. അവർക്ക് കേസ് പറയാൻ വരാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. ഈ അധ്യാപകന്റെ വീട്ടുകാർ കേസ് നടത്തിക്കൊണ്ടേയിരുന്നു. ഈ കസിൻ ബ്രദറും പ്രായമുള്ള ആളായി. പക്ഷെ അദ്ദേഹത്തിന് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നു. പക്ഷെ അദ്ദേഹം ഒരിക്കലും വിട്ടുകൊടുത്തില്ല. നീതിക്ക് വേണ്ടി അദ്ദേഹം പോരാടുകയും ചെയ്തു. ഈ കേസിന്റെ ലാസ്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അതാണ് നമ്മൾ സമൂഹത്തിലെ ഏറ്റവും ഇദ്ദേഹം അങ്ങനെ ചെയ്യില്ല, എനിക്ക് ഉറപ്പുണ്ട് എന്ന് വിചാരിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ വേണ്ട നമ്മളെ വീട്ടിലുള്ള വ്യക്തികൾ, നമ്മൾ കുട്ടിക്കാലം മുതൽ കാണുന്ന, നമ്മൾ അത്രയും വിശ്വസിക്കുന്ന ആളുകൾ പോലും ഉള്ളിന്റെ ഉള്ളിൽ ചില അവസരങ്ങളിൽ അവരുടെ ഉള്ളിലുള്ള കഴുകം പുറത്തു വരുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതാണ് അതിന്റെ ശരി. നമ്മൾ ഒരാളെയും പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ട കാര്യമില്ല. ഇത് ശ്രീകുമാർ വളരെ നല്ല മനുഷ്യനാണ്, സ്നേഹ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, ഞങ്ങൾക്ക് ഉറപ്പുണ്ട് എന്നൊന്നും ആരും അതിൻ്റെ ഇടയിൽ കമന്റ് ഇടേണ്ട കാര്യമുണ്ടെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കേണ്ട കാര്യമുണ്ടെന്നോ എനിക്ക് തോന്നുന്നില്ല. ഇതേപോലെ ആരോപണം ഉന്നയിച്ചൊരു സ്ത്രീ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അവരുടെ അനുഭവം എന്തായിരുന്നു എന്ന് നമുക്കറിയില്ല. അവരതിന്റെ പേരിൽ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. അതിൻ്റെ ഇടയിൽ ഒരുപാട് കമന്റുകളുണ്ട്. ഈ ബിജു സോപാനം എന്ന് പറയുന്ന വ്യക്തി നിരന്തരം ഇവരെ ബ്ലാക്ക്മെയിൽ ചെയ്യായിരുന്നു, ഇങ്ങനൊരു ഫോട്ടോ ഉണ്ടെന്നോ എന്തോ പറഞ്ഞിട്ട് ഇവരെ നിരന്തരം ബ്ലാക്ക്മെയിൽ ചെയ്യായിരുന്നു എന്ന് അതിൻ്റെ ഇടയിൽ കമന്റ് ഉണ്ട്. ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് എന്താണെന്നറിയില്ല. അല്ലെങ്കിൽ തന്നെ 2 പെൺകുട്ടികളുള്ള അമ്മ, അതിലൊരു കുട്ടിയുടെ വിവാഹം കഴിഞ്ഞു പോയിട്ടുണ്ട്. 2ാമത്തെ കുട്ടിയുടെ വിവാഹം കഴിഞ്ഞോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു അമ്മ ഈ പെൺകുട്ടികളെ ഒറ്റയ്ക്ക് വളർത്തി വലുതാക്കി കൊണ്ടുവന്ന് അവർക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് കരുതിയിട്ട് വിവാഹം കഴിച്ചു കൊടുത്തൊരു അമ്മ ഒരു പീഡനപരാതി കൊടുക്കുമ്പോൾ ആരുടെ ഭാഗത്താണ് ശരിച്ചാലും ഈ പീഡനപരാതി കൊടുത്ത സ്ത്രീയെ മോശമാക്കി സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ ഇടയിലുള്ളൊരു സിസ്റ്റമാണ്. അങ്ങനെ ഒരു സിസ്റ്റമുള്ള സ്ഥലത്ത് അവരൊരു പീഡനപരാതി വെറുതെ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവർക്ക് അങ്ങനെ കൊടുക്കണം വെച്ചാൽ അവർ അത്രയും മോശമായിട്ടുള്ള, അത്രയും മാനസിക വൈകല്യമുള്ള, മറ്റുള്ളവരുടെ ജീവിതത്തിൽ അസൂയുള്ള മോശമായിട്ടുള്ളൊരു സ്ത്രീ ആയിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മോശമായിട്ടുള്ളൊരു സ്ത്രീയാണ് അവരെന്ന് എന്തോ എനിക്ക് തോന്നുന്നില്ല. നമ്മൾ ആരുടെയും ഭാഗത്ത് നിൽക്കേണ്ട കാര്യമില്ല. സ്നേഹ അറിഞ്ഞുകൊണ്ട് ഭർത്താവിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ ശ്രീകുമാർ ഇത് ചെയ്തോ എന്ന് ഞാൻ പറയുന്നില്ല, ബിജു സോപാൻ അത് ചെയ്തിട്ടുണ്ടാവോ എന്ന് എനിക്കറിയില്ല. ഇനി ഇത് വല്ല തെറ്റിദ്ധാരണയാണോ എന്നറിയില്ല. നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരാള് അതിലേ പോകുമ്പോൾ അയാളുടെ കയ്യിൽ ഫോൺ ഉണ്ടാകുമ്പോൾ അയാൾ ഫോട്ടോ എടുത്തു എന്ന് നമ്മൾ സംശയിക്കുന്നതാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത് നമുക്ക് കണ്ണുകൊണ്ട് കണ്ടുപോലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള പറയുന്ന പോലത്തെ ഒരു കേസാണ് ഇതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നമുക്ക് കാത്തിരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സത്യാവസ്ഥ എന്തെങ്കിലും വെളിച്ചത്ത് വരേണ്ടതാണ്. അപ്പൊ നമുക്കിത് കാത്തിരുന്ന് കാണുന്നതാണ്. ഇവരെ കീറി മുറിച്ച് പരിശോധിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മളിത് കുറച്ചെങ്കിലും കാത്തിരുന്ന് കാണുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും നന്ദി.